ഇതുപോലെ ഒരു വട്ടം ഒന്ന് നിങ്ങൾ ചിക്കൻ കറി വെച്ച് നോക്കണം. ഒത്തിരി മസാല ചേർക്കാത്തൊരു ചിക്കൻ കറി. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കുറച്ച് പേരെ ഈ വീഡിയോ കാണത്തുള്ളൂ. അപ്പം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്താക്കണേ. അപ്പം വേണ്ട സാധനങ്ങൾ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. കറിവേപ്പില നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി വന്നപ്പോൾ കടുക്, ഉലുവ ഇട്ട് പൊട്ടിച്ച് അത് പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തിട്ട് മൂപ്പിച്ച് തേങ്ങ ഒന്ന് ശകലം ബ്രൗൺ ആയി വന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ച് അത് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം, ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. സ്ലോ കുക്കാണ് കേട്ടോ. തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ഇട്ടണം. ഉപ്പിൻ്റെ കണക്ക് പറയുന്നില്ല കേട്ടോ. ആവശ്യത്തിന് ഇടുക ഉപ്പ്. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒന്ന് തുറന്ന് നോക്കി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലയാണ് വേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഒന്ന് ഇളക്കി മൂടി കൊടുക്കാം. ആ സബോള ഒന്ന് വേകാൻ വേണ്ടിയാണ് മൂടി വെക്കുന്നത്. എന്നിട്ട് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ പച്ചയ്ക്ക് തന്നെയാണ് ഇടുന്നത്, മസാലയൊന്നും പുരട്ടി വെക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഇളക്കരുത്. ഒരു 3 മിനിറ്റ് ചിക്കൻ ഇങ്ങനെ വെച്ച് നമുക്ക് വേവിക്കണം. അന്നേരം വെള്ളമൊക്കെ ഇറങ്ങി മസാലയിൽ പിടിക്കും. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ വെള്ളം നല്ലോണം ഇറങ്ങി അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമല്ലി, ഒത്തിരി വേണ്ട, ഒരു 3-4 പീസ് ഇട്ട് കൊടുക്കണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റാണ്. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇനി ചേർക്കേണ്ടത് 2 പൊടിയാണ്. ഗരം മസാല, കുരുമുളക് പൊടി. നമ്മൾ 4 പൊടിയേ ചേർത്തിട്ടുള്ളൂ. 1 മഞ്ഞൾപ്പൊടി, 1 ഗരം മസാല, 1 മുളക് പൊടി, 1 കുരുമുളക് പൊടി. ഇത്രയും സാധനം നമ്മൾ ചേർക്കുന്നുള്ളൂ. മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, ചിക്കൻ പൊടിയും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാം ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ച് അത് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കി അതിനകത്ത് ആവശ്യത്തിന് വെള്ളം, എന്ന് വെച്ചാൽ ഒത്തിരിയല്ല, സെമി ഗ്രേവിയാണ്, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് വീണ്ടും നമ്മളൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് നിർത്തി വിടാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.